ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ വിഷ്ണു എന്ന് പറയുന്ന ആൾ എവിടെയെങ്കിലും പോയി ചത്തു കാണും. അതിന് ഞങ്ങൾ എന്തോ ചെയ്യാനാ? ശ്യാമേ, ഇടി. വല്ലവരും വല്ലയിടത്തും പോയി ചത്തതിന് ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഇതിലെന്തായാലും അർഹത കിട്ടേണ്ട പരാതിയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഇവരും ഇവരുടെ ഭർത്താവും 3 മക്കളും കൂടി 3-ാം മൂട് കരിങ്കൽ കോറയ്ക്ക് സമീപമാണ് മാഡം താമസിക്കുന്നത്. ഒരു സുരക്ഷിതത്വമോ പരിസര മലിനീകരണം തടയാനുള്ള വഴികളോ നോക്കാതെയാണ് ആ കോറി അവിടെ പ്രവർത്തിക്കുന്നത്. അപകടങ്ങൾ നിത്യസംഭവങ്ങളാണ്. പരാതിപ്പെട്ടാൽ ഗുണ്ടകളെ വിട്ട് പരാതി പിൻവലിപ്പിക്കും. കയ്യൂക്കും പണവും ഉണ്ടെങ്കിൽ അവിടെ എന്തും നടത്താമെന്ന അഹങ്കാരമാണ് മാഡം മാണിക്കോത്തുകാർക്കുള്ളത്. മാണിക്കോത്ത് മഹേന്ദ്രന്റെയാണ് മാഡം ഈ ക്വാറി. ഇതിപ്പോ അയാളുടെ പിന്നാലെ നടന്ന് അയാളെ മാത്രം വേട്ടയാടി പിടിക്കുന്നത് പോലെ ആവുമല്ലോ. പോലീസ് തോക്കുന്നിടത്ത് മാഡം ജയിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊരു ആശ്വാസമാണ് മാഡം. എന്തായാലും പരാതിയിൽ എല്ലാ വിവരങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാനൊന്ന് പഠിക്കട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മാഡത്തിനെ കൊണ്ടേ പറ്റൂ. പണത്തോടും അധികാരത്തോടും ആഗ്രഹവും ആർത്തിയും ഉള്ളവർ അന്വേഷണ ഉദ്യോഗസ്ഥരായി വരുമ്പോഴാണ് യഥാർത്ഥ നിയമങ്ങൾ കാറ്റിൽ പറക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 100% നീതി കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടിലുകളിലേക്ക് പോകാം. കാരണം മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന കരുത്തുള്ള ഒരു പെൺസിംഹം തന്നെയാണ് ഞങ്ങളുടെ കളക്ടർ. ആ ഉറപ്പ് ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടാകും. ആ മൂർച്ച പണമുള്ളവന്റെ ഉറക്കം കെടുത്തുകയും ചെയ്യും. ആരാടോ പിള്ളേത്? രാഘവൻ സാറേ, അത് രോഗിത്ത് കുഞ്ഞാ. അവര് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വഴിയാ. ഇവനെ തന്നെ ഞാൻ നോക്കിയിരുന്നത്. ഇവനറിയാം എന്റെ മോൻ എവിടാ പോയെന്ന്. അച്ഛാ, പപ്പി ഡിസ്ചാർജ് ആയി. ഇതാ വരുന്നു. നീയാ എന്റെ വിഷ്ണുവിനെ കൊന്നത്? അച്ഛാ, അയ്യോ സാറേ, സാറേ, അച്ഛാ, അയ്യോ രോഹിത്തെ, അച്ഛാ, സാറേ, എന്താ ഇത്? സാറേ വിട് സാറേ. നീയാ? അച്ഛാ വിട്. അച്ഛാ, വിടച്ചാ. വിട് സാറേ. വിടച്ചാ. എന്താ സാറേ ഈ കാണിക്കുന്നത്? അച്ഛാ, അയ്യോ വിട് സാറേ. അച്ഛാ വിടാൻ. അച്ഛാ, അയ്യോ സാറേ, നീ അറിയാതെ എന്റെ മോനെ അങ്ങ് പോകത്തില്ലടാ. സാറേ, നീ അവനെ കൊന്നേ. രാഘവേട്ട, രാഘവേട്ട രോഹിത്തിനെ വിട്. അച്ഛാ, രോഹിത്തിനെ വിട്. രാഘവേട്ട, നീ എന്റെ മോനെ കൊന്നു കളഞ്ഞില്ലടാ സ്വത്തല്ല കിട്ടാൻ വേണ്ടി. അച്ഛാ, ഞാനോ? എന്തിന്? രാഘവേട്ട, സാറേ, ഇവനെ അച്ഛാ വിട്. എന്റെ മോനെ വിടാന്നറിയാതെ ഇവനെ ഞാൻ വിടത്തില്ല. അച്ഛാ, ഞാനോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. വിടത്തില്ല. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ആരുടെ അങ്ങോട്ട്? അയ്യോ മോളെ, നിന്നെ മോളെ. സാറേ പ്ലീസ് സാറേ. നീ അവനെ കൊന്നേ. സാറേ, നിന്നെ ഞാൻ. അച്ഛാ, അച്ഛൻ എന്താ ഭ്രാന്താണോ? ആ വിഷ്ണു എന്ന് പറയുന്ന ആൾ എവിടെയെങ്കിലും പോയി ചത്തു കാണും. അതിന് ഞങ്ങൾ എന്തോ ചെയ്യാനാ? ശ്യാമേ, ഇടി. വല്ലവരും വല്ലയിടത്തും പോയി ചത്തതിന് ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? എന്തൊക്കെയാടി നീ വിളിച്ചു പറയുന്നേ? ആരെയടി നീ ഭ്രാന്താന്ന് വിളിച്ചത്? പറയടി, ആരെയാ നീ വിളിച്ചെന്ന്? പറയടി മാപ്പ്. ഇടി കാല് വീണ് മാപ്പ് പറയാൻ.
മാപ്പ് പറയേണ്ട കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വിഷ്ണു ഏട്ടൻ എവിടെയോ പോയെന്ന് കരുതി നിരപരാധിയായ എന്റെ ഭർത്താവിനെ എന്തിനാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തേ? ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് നിങ്ങൾ എല്ലാരും ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വസ്ഥത കിട്ടുമല്ലോ. ഇടി വയ്യാത്ത ഈ മനുഷ്യൻ എന്തെങ്കിലും കാണിച്ചെന്നും പറഞ്ഞാണോ നീ അലമുറയിടുന്നേ? ആദ്യം വേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള വിവേക. അത് നിനക്കില്ല. അതില്ലാത്ത കാലത്തോളം നീ എവിടെ പോയിട്ട് എന്താ കാര്യം? ഈ മനുഷ്യൻ ഇവനെ കുറച്ചു നാളെങ്കിൽ കുറച്ചു നാളെ സംരക്ഷിച്ച് വളർത്തിയതാ. അതുകൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരം ഈ മനുഷ്യനുണ്ട്. അച്ഛനല്ലെങ്കിലും അച്ഛന്റെ സ്ഥാനത്തുള്ള മനുഷ്യനാ. അവര് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിൽ നീ ഇടപെട്ട് സംസാരിക്കാൻ പോകുന്ന എന്തിനാണ്? അത് ശരി. അപ്പൊ ഈ പരാക്രമം ഞാൻ നോക്കിക്കണോന്നാണ് അമ്മ പറയുന്നത് അല്ലേ? എടി, പരാക്രമം കാണിക്കുന്നത് അവര് തമ്മിലല്ലേ? അതിൽ നീ ഇടപെടാൻ പോയതും ആ മനുഷ്യന്റെ മെക്കെട്ട് കേറാൻ പോയത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഓ അത് ശരി. അല്ല അപ്പൊ നിങ്ങളെല്ലാരും കൂടി ചേർന്ന് എന്നെ കുറ്റപ്പെടുത്താൻ നോക്കുക? കൊള്ളാം. എടി, അമ്മേ, എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഇതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എടി ശ്യാമേ, രാഘവേട്ട ക്ഷമിക്കണം. വിവരമില്ലാതെ അവൾ എന്തൊക്കെയോ പറഞ്ഞതിന് മാപ്പ് നൽകണം. ശപിക്കരുത്. കരയില്ലടാ. കരഞ്ഞ് ഇനി ഒന്നും വരുത്തി വെക്കല്ലേ. ഓടാനും നിക്കാനും ഒന്നും ആളില്ല, അതുകൊണ്ടാ. പോട്ടെ. ഈശ്വര, പരസ്പരം പടവിട്ടുകയാണല്ലോ. ഈ വിഷ്ണു ഇതെവിടെ പോയി? ജോണിരിക്കെ. മഹേന്ദ്ര സാറിനെ തിരക്കി ഓഫീസിൽ വന്നു. എന്തോ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോ കൈയോടെ കൂട്ടിക്കൊണ്ട് പോരുകയായിരുന്നു. ഞാനിപ്പോ ഓഫീസിലോട്ടൊന്നും അങ്ങനെ പോവാറില്ല.